ഹലോ എവരിവൺ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡയറക്ടർ ഷാൻ തുളസീധരൻ സാറാണ്. നമസ്കാരം സാർ, വെൽക്കം ടു ദ റീൽസ് റൂട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന, അതായത് മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ സി5 ഒരു വെബ് സീരീസ് സെപ്റ്റംബർ 5 റിലീസാണ്, കമ്മട്ടം. അപ്പം സാറിന് ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ എന്താണ് തോന്നുന്നത്? ഹാപ്പിയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിലോട്ട് കിടക്കുവാണെങ്കിൽ, പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിലെ ഒരു കോൺട്രവേഴ്സ്യൽ കേസിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ആണ്. അപ്പം സാറിന് അതിനെ പറ്റിയിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? തൃശ്ശൂര് നടന്ന ഒരു ക്രൈമും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാണ്. അപ്പോൾ 1-2 ക്രൈമുകൾ ഉൾപ്പെടുന്ന ഒരു സീരീസ് ആണ് ഇത്. അപ്പോൾ അതിലൊന്ന് ഈ തൃശ്ശൂര് നടന്ന ഒരു കേസും കൂടെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും അറിയാവുന്ന കേസുകളും കൂടെ ആയതുകൊണ്ട് ഇത് നമ്മൾ തുടക്കം ഇടുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അത് അതേപോലെ എടുത്ത് ചെയ്തേക്കല്ല, അങ്ങനൊരു കേസ് മറ്റൊരു സ്ഥലത്ത് അത് ഉണ്ടായാൽ അവിടെ ആരൊക്കെയായിരിക്കും അതിനെ കൂട്ടാവുന്ന, അപ്പം ആരുടെയൊക്കെ ലൈഫിലൂടെയാണ് അത് പോകുന്നത്, അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയുടെ ഒരു ത്രെഡ് എവിടെ നിന്നാണ് സാറിന് കിട്ടിയത്? അല്ല, ഇത് ആക്ച്വലി സീന്ന് ആണ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒന്ന് കേട്ടു നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ കേട്ടു, എനിക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടു, പക്ഷേ സ്ക്രിപ്റ്റ് എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് സ്ക്രിപ്റ്റിൽ കുറച്ച് ചേഞ്ച് വേണം, അപ്പം അത് മാറ്റി എഴുതാം എന്നുള്ള കാര്യം പറഞ്ഞു. അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് തന്നെയാണ് ഇപ്പം സഞ്ജിത്ത്, അതേപോലെ സുധീഷ് സുഗുണാനന്ദൻ, ജോസ് തോമസ് പോളയ്ക്കൽ, അപ്പോൾ ഇവരെയൊക്കെ എൻ്റെ കൂടെ ഇപ്പം ഒരു ഫിലിമിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരെ തന്നെ അതിലേക്ക് വിളിച്ച് സ്ക്രിപ്റ്റ് കറക്ഷൻസ് പരിപാടികളെല്ലാം ചെയ്തു, അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് സ്ക്രിപ്റ്റ്. അതെ, അതുപോലെ തന്നെ നമ്മളൊരു ഇൻഫോ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു ടൈറ്റില് കമ്മട്ട എന്ന ടൈറ്റില് നരസിംഹം മൂവിയില് മമ്മൂക്കായുടെ ഒരു ഡയലോഗിനെ ആസ്പദമാക്കിയിട്ടുള്ളതായിരുന്നു. അതിനെ പറ്റി എന്താ സാറിന്? അത് നമുക്ക് കോഡ് ഓഫ് ക്രൈംസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലായിരുന്നു, കോഡ് ഓഫ് ക്രൈംസ്. അപ്പോൾ മലയാളത്തിലെ ഫസ്റ്റ് വെബ് സീരീസ്, അപ്പോൾ ഒരു മലയാളം പേര് തന്നെ വേണമെന്ന് സി പറഞ്ഞപ്പോൾ നമ്മൾ കൊടുത്ത ഓപ്ഷൻസിൽ ഉള്ളൊരു ഓപ്ഷനായിരുന്നു കമ്മട്ടം. ഇതിന് ഈ സബ്ജക്റ്റിൽ ആ വേർഡിന് തന്നെ കുറച്ച് പ്രാധാന്യം ഉള്ളതിനെ ബേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തതും. പിന്നെ അന്ന് ഞാൻ ഈ പേര് കേട്ടിട്ടുള്ളത് ഈ പറയുന്ന പോലെ നരസിംഹത്തിലെ മമ്മൂക്ക പറഞ്ഞ ഡയലോഗിലൂടെയാണ് എന്നാണ് അതിനെ മെൻഷൻ ചെയ്തത്. ഈ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാർ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കൂടുതൽ സമയം ചിലവിട്ടത് ഈ പറയുന്ന പോലെ പ്രീ പ്രൊഡക്ഷന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ, നമ്മൾ ലൊക്കേഷൻ ഹയർ ചെയ്യുക, അതേപോലെ നമ്മുടെ ടെക്നീഷ്യൻ ക്രൂസിനെ എല്ലാവരെയും ആഡോപ്പ് ചെയ്തു, അവരുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചു, അവരുടെ കോൺട്രിബ്യൂഷൻസും കൂടെ കേട്ടു തന്നെയാണ് നമ്മളൊരു ചാർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഇന്ന ലൊക്കേഷൻ, അപ്പോൾ ഇന്ന എഫക്റ്റിൽ ഇന്ന സീൻസ് എടുക്കണം, അപ്പം അതിനുള്ളൊരു ടൈമും എല്ലാം കാൽക്കുലേറ്റ് തന്നെയാണ് ചെയ്തു പോകുന്നത്. ഇപ്പോൾ എഡിറ്റർ രതീഷിൻ്റെ അടുത്താണെങ്കിലും നമ്മൾ സംസാരിച്ചിരുന്നത് ഇപ്പോൾ ഒരു 6 എപ്പിസോഡ്, അപ്പോൾ 6 ലെയേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ട് എടുക്കുന്ന സീൻസ് എല്ലാം ആ ലെയേഴ്സിലേക്കാണ് ഇട്ട് പോകുന്നത്. അപ്പോൾ എപ്പിസോഡ് ഫോമിങ്ങിനാണെങ്കിലും എല്ലാത്തിനും അങ്ങനെ ഒരു പ്രീ പ്ലാൻ തന്നെയായിരുന്നു ഇതിൻ്റെ അകത്തെ വിജയം. അപ്പം ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവരോടും പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും നമുക്കൊപ്പം നിന്നു. നമ്മുടെ ക്രൂ ഇപ്പം ആർട്ട് ചെയ്തത് അരുണാണ്. അപ്പം അരുണൊക്കെ അത്രയും എഫേർട്ട് ഇട്ട് നമുക്ക് തന്നെ ഒരു ലൊക്കേഷൻ ചെയ്ത് അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. അപ്പോൾ അതേപോലെ തന്നെ ക്യാമറമാൻ പ്രകാശ് വേലായുധൻ, പുള്ളി നമുക്കൊപ്പം നിന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നടന്നത്. അപ്പോൾ ക്രൂ അത്രയ്ക്ക് എല്ലാവരും കട്ടയ്ക്ക് നിന്നത് കൊണ്ടാണ്. ഇപ്പം കോസ്റ്റ്യൂംസിലാണെങ്കിലും എല്ലാവരും, ഇപ്പം മേക്കപ്പ് റഷീദിക്ക ഇപ്പം അഡീഷണൽ മേക്കപ്പായിട്ട് മഹേഷ് ഏട്ടൻ വന്നു. അപ്പോൾ ഇവരൊക്കെ അങ്ങനെ ഓടി നിൽക്കുകയായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു ടെക്നീഷ്യൻസ് ഒന്നും. അപ്പോൾ ടെക്നീഷ്യൻസ് ഇപ്പോൾ സുദേവ് ബ്രോ ആണെങ്കിലും എല്ലാവരും, പിന്നെ എന്താ പറയുക, നമ്മൾ കൂടുതലും ടെക്നീഷ്യൻസ് ഇപ്പം ആർട്ടിസ്റ്റുകളായിട്ട് വന്നേക്കുന്ന ഡയറക്ടേഴ്സാണ്. അപ്പോൾ അവർക്ക് ടൈമിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാം. അപ്പം അവരും കൂടെ വന്നപ്പോൾ കൂടുതലായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ട സമയം വന്നില്ല. അപ്പം നെക്സ്റ്റ് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ആക്ച്വലി നമ്മുടെ ഒരു ദിവസത്തെ ചാർട്ട് എല്ലാവർക്കും അറിയാം, എല്ലാ ടെക്നീഷ്യൻസിനും അറിയാം. അപ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാവരും ജോലി ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് 11 days കൊണ്ട് തീർന്നത്. അതുപോലെ തന്നെ ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഒരു ആക്ടറിന് സുദേവ് സാറിന് ആദ്യമായിട്ട് സാറിന് ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴേ മനസ്സിലുണ്ടായിരുന്നോ? ഇത് ആക്ച്വലി കുറച്ചും കൂടെ ഏജ് ഉള്ളൊരു കഥാപാത്രമായിട്ടായിരുന്നു ആദ്യം നമ്മൾ ഇതിനെ കൊണ്ടുവന്നത്. അപ്പോൾ അതിന് ഒരുപാട് സീനിയേഴ്സ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി അവരെല്ലാം ഓക്കെയും പറഞ്ഞാണ്. പിന്നെയാണ് ഈ ലിമിറ്റഡ് ഡേയ്സ്, അപ്പം നമുക്കൊപ്പം നിൽക്കണം, ഓടണം, അപ്പം അത് മാത്രമല്ല ഇത് എല്ലാ ഭാഷയിലേക്കും പോവാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതുമായിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ, അപ്പോൾ അതിൽ
ഈ പറയുന്ന പോലെ കൂട്ടത്തിലെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് സുദേവ് ബ്രോ ആയിരുന്നു. സുദേവ് ബ്രോ അടുത്തും കഥ പറഞ്ഞു, സബ്ജക്റ്റ് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കൊക്കെ ഉണ്ടായിരുന്നൊരു ടെൻഷൻ, ഇത് എങ്ങനെ 11 days കൊണ്ട് തീർക്കും ഷാൻ എന്നാണ്. അപ്പോൾ ഞാൻ ബ്രോ എന്നെ വിശ്വസിക്കുമോ, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. പുള്ളി ഡബിന് വന്ന് കണ്ട് ഔട്ട് കണ്ടപ്പോൾ പുള്ളി പക്ക ഹാപ്പിയാണ്. പുള്ളിയുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം ചെയ്തു. എക്സ്പീരിയൻസ് നമ്മൾ നല്ല ബന്ധമായിരുന്നു. ഈ പറയുന്ന പോലെ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ പുള്ളിക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊത്ത് പുള്ളി നിന്നു എനിക്കൊപ്പം. അപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ എവിടെയായിരുന്നു? കേരളത്തിനകത്ത്? ഇപ്പം നമ്മുടെ ഭരണങ്ങാനം, ഈരാറ്റുപേട്ട ആ ഏരിയ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് പറ്റുന്ന ലൊക്കേഷൻസ് ആയിരുന്നു. അപ്പോൾ സ്ക്രിപ്റ്റിനനുസരിച്ച് ഇപ്പം ചിലരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് കണ്ടിട്ടാണോ എഴുതിയെന്ന്. പക്ഷെ അല്ല, അങ്ങനെയുള്ള ലൊക്കേഷൻസ് അവിടെ ചെന്ന് കണ്ടെത്തിയതാണ്. ലൊക്കേഷൻ മാനേജർ സുല്ലേട്ടനെ ഞാൻ കെട്ടിപ്പിടിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. കാരണം പുള്ളി അങ്ങനെ ഉള്ള ലൊക്കേഷൻസ് കൊണ്ട് കാണിച്ച് എല്ലാം റെഡിയാക്കിയത്. മെയിൻ. അതെ, അതുപോലെ തന്നെ നൈറ്റും ഒരുപാട് ഷൂട്ട്സ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിപ്പോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം പോലീസ് റോൾ ഉണ്ട്. അപ്പൊ ഒരു ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഒരു പോലീസിന് അതുമായിട്ടൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ടോ? അവരുമായിട്ടൊക്കെ? തിരുവോണത്തിനാണ് ഇപ്പൊ നമുക്ക് റിലീസ് ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പം ട്രെയിലർ നമുക്ക് എന്നത്തേക്ക് എക്സ്പെക്ട് ചെയ്യാം? ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല. അപ്പം അത് റിലീസ് ഡേറ്റ് ഇപ്പോഴാണ് 29 വെച്ചിരുന്നത്. ഇപ്പോഴാണത് ഒന്നും കൂടെ മാർക്കറ്റിംഗ് സൈഡ് എന്ന് പറഞ്ഞു കുറച്ച് ദിവസം കൂടെ മാർക്കറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 5th മാറ്റിയതാണ്. അപ്പോൾ ട്രെയിലർ ലോഞ്ച് ഇപ്പം ഉടനെ തന്നെ ഉണ്ടാവും. അപ്പം നമ്മളെല്ലാവരും വെയിറ്റിംഗിലാണ് തിരുവോണത്തിൻ്റെ അന്ന്. അപ്പം സാറിന് പ്രേക്ഷകർക്ക് ഒന്ന് പറയാമോ? ഒരുപാട് നമ്മൾ എഫേർട്ട് എടുത്തു. അത് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് കാണാനും വിലയിരുത്താനും വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും സന്തോഷം. എല്ലാവർക്കും കമ്മട്ടം ടീമിൻ്റെ എൻ്റെ വക ഓണാശംസകൾ. താങ്ക് യു.